ടൂർഗോ ടൂർ ഏജൻസിയുടെ കൊച്ചി ബാംഗ്ലൂർ ആകാശയാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്ന് മെയ് 19, 2024. ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു ഫാമിലിയിലുള്ള 15 പേരടങ്ങുന്ന ഗ്രൂപ്പിനെയാണ് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ആകാശയാത്രയിൽ പങ്കെടുപ്പിക്കുന്നത്. ഈ 15 പേരിൽ കൂടുതലും ആദ്യ വിമാനയാത്ര ചെയ്യുന്നവരാണ് ഉള്ളത്. എന്തായാലും ആദ്യ വിമാനയാത്ര എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത്. എല്ലാവർക്കും ബോർഡിംഗ് പാസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത പ്രൊസീജിയർ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. നമ്മുടെ ഹാൻഡ് ബാഗും ബോഡിയും പരിശോധിക്കുന്നതാണ് സെക്യൂരിറ്റി ചെക്കിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വിമാനത്തിൽ പ്രവേശിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാവരും ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. രാവിലെ 5:25 ഈ ഫ്ലൈറ്റ് പുറപ്പെടുന്നത്. ഏകദേശം സമയം ആയിക്കൊണ്ട് വരുന്നു. ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് നമ്മൾ എല്ലാവരും പോകുന്നത്. പുറത്ത് അത്യാവശ്യം ഇരുട്ടാണ്. സൂര്യൻ ഉദിക്കാൻ സമയമായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ യാത്രക്കാരെല്ലാം വലിയ സന്തോഷത്തിലാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഫാമിലിയിലുള്ള 15 പേരെ കൊണ്ടുപോകുന്നത്. സാധാരണയായി കുടുംബശ്രീ, ക്ലബ്ബുകൾ, സംഘടനകൾ അങ്ങനെയാണ് നമ്മൾ കൂടുതലും കൊണ്ടുപോയിട്ടുള്ളത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് 15 മിനിറ്റായി. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ആദ്യ വിമാനയാത്ര എന്ന സ്വപ്നം സഫലീകരിച്ചതിൻ്റെ സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത് കാണുന്നത്. ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബാംഗ്ലൂർ എയർപോർട്ട് ഇറങ്ങിയതിനു ശേഷം കാഴ്ചകൾ കാണാനുള്ള ബസ് വന്നിരിക്കുകയാണ്. AC ബസ്സിലാണ് ബാംഗ്ലൂർ സിറ്റി കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നത്. വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയത്താണ് ആദ്യം പോയത്. ഇതൊരു സയൻസ് പാർക്കാണ്. ഇവിടെ നിന്നും വിവിധ എഞ്ചിനുകളെക്കുറിച്ചുള്ള അറിവുകൾ, ഉൽപ്പാദന രീതികൾ, കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഒട്ടേറെ അറിവുകൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കും. നമുക്ക് എന്തായാലും കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഡൈനോസറിനെയാണ്. ഇതൊരു അനിമേറ്റഡ് ഡൈനോസറാണ്. ശരിക്കും റിയൽ എന്ന് തോന്നിപ്പോകും. അത്രയും നന്നായിട്ടാണ് അവർ പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുന്നിൽ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. കാണുന്നത് എൻജിൻസ് ആണ്. ഡീസൽ എൻജിൻ, സ്റ്റീം എൻജിൻ, എയർക്രാഫ്റ്റ് എൻജിൻ, ഇലക്ട്രിസിറ്റി മോഡൽ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മൾ ഈ ടെക്സ്റ്റിൽ മാത്രം കണ്ടിട്ടുള്ള സയൻസ് പരമായിട്ടുള്ള ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇവിടെ വന്ന് കാണാൻ കഴിയും. അത് നല്ല കൗതുകമുള്ള കാര്യങ്ങളും ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. വിശ്വേശ്വരയ്യയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം 1-2 ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ പോയത് കബാൻ പാർക്കിലാണ്. ഇവിടെയും കുറച്ച് സമയം ചിലവഴിക്കാൻ സമയം കൊടുത്തു. ഒരുപാട് മരങ്ങളും
ചെടികളും നല്ല സീനറിയൊക്കെ ഉള്ള ഒത്തിരി നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് കബാൻ പാർക്ക്. കബാൻ പാർക്ക് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് കർണാടകയുടെ നിയമസഭാ മന്ദിരമായ വിധാൻ സൗധയിലേക്കാണ്. നിയോ ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ഈ നിയമസഭാ മന്ദിരം കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ പോയതിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് വിധാൻ സൗധയാണ്. അവിടെ നിന്നും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാനാണ് പോയത്. ലഞ്ച് കഴിഞ്ഞ ശേഷം പിന്നെ പോയത് നമ്മുടെ ഈ യാത്രയുടെ മെയിൻ ഹൈലൈറ്റ്സായ ലാൽബാഗ് ബോട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗാർഡനിൽ ഒന്നാണ് ലാൽബാഗ് ബോട്ടാണിക്കൽ ഗാർഡൻ. അതുകൂടാതെ ഒരുപാട് വർഷം പഴക്കം നോക്കിയാലും ഏറ്റവും പഴക്കം ചെന്ന ഒരു ഗാർഡനും ലാൽബാഗ് തന്നെയാണ്. 1760 ഹൈദരാലിയായിരുന്നു ഈ ഉദ്യാനത്തിൻ്റെ പണി തുടങ്ങി വെച്ചത്. എന്നാൽ ഇത് പൂർത്തീകരിച്ചത് ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്തായിരുന്നു. ഇവിടെ ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളും കൂടാതെ ഒട്ടനവധി സസ്യങ്ങളും പുഷ്പങ്ങളും കാണാൻ കഴിയും. അതേപോലെ ഒരുപാട് പക്ഷികളുടെ വാസസ്ഥലവും ലാൽബാഗ് തന്നെയാണ്. ലാൽബാഗ് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ പോയത് ഷോപ്പിങ്ങിന് വേണ്ടിയാണ്. ഷോപ്പിങ്ങിന് ശിവാജി നഗറിലാണ് നമ്മളെല്ലാവരും പോയത്. ഇവിടെ ഒരുപാട് ഷോപ്പുകൾ കാണാൻ കഴിയുന്നുണ്ട്. തുണി ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, ഫുഡ്വെയർ ഐറ്റംസ് തുടങ്ങി എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒത്തിരി ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. യാത്ര അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. 8:45 ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമുക്ക് യാത്രയുടെ വിശേഷങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ, അനുഭവങ്ങൾ, ഓർമ്മകൾ, അതൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. എന്താണ് അമ്മയ്ക്ക് യാത്രയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്താണ് അമ്മയ്ക്ക് എന്താണ് പറയേണ്ടത്? പറയണ്ട എന്താണ്? ഓക്കെ, എൻജോയ് ചെയ്തോ? ഓക്കെ, മോളെന്താ പറയണ്ടത്? എന്താണ് നിങ്ങളെ ഒരു മഴയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ബാക്കിയൊക്കെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല, ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എന്താണ് പറയാനുള്ളത്? ഓക്കെ, ശരിക്കും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി, രസമുണ്ടായി. എന്നും ഓർമ്മിക്കൂലേ ഈ യാത്ര? കാരണം ആദ്യ വിമാനം എത്രയാണ്? അതെന്താണ്, എന്താണ് പറയേണ്ടത്? മഴയുടെ മാത്രം ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഓക്കെ, എന്താണ് മോനെ പറയേണ്ടത്? എന്തായിരുന്നു ഏറ്റവും അടിപൊളി? എന്തായിരുന്നു എന്താണ് പാട്ടായിരുന്നു? ഓക്കെ, ശരി. ഓക്കെ, അങ്ങനെ നല്ല ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ച് ഈ യാത്രയും ഇവിടെ അവസാനിക്കുകയാണ്.